ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിവിടെ കുറച്ച് പ്ലാസ്റ്റിക് കവറുകളാണ് എടുത്തിട്ടുള്ളത്. ഈ വേസ്റ്റ് കവറുകളെല്ലാം വെച്ച് ഇന്ന് നമുക്കൊരു അടിപൊളി വാൾ ഡെക്കർ ചെയ്തെടുക്കാം. വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറാണ് കൂടുതലുള്ളത്. ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് കവറുകളെല്ലാം വെച്ച് ഒരു അടിപൊളി വാൾ ഡെക്കർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നീട് നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അത് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെറിയൊരു അടപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വരച്ചെടുത്തതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് വെച്ച് വരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസും നമുക്ക് വേണം. ഇനി നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശം ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം ഇതുപോലെ കുറേ പീസുകൾ നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളത് കട്ട് ചെയ്തെടുക്കണം. എല്ലാ പീസുകളും ഒന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് നമുക്കതൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്കതിൽ മുഴുവനായും ചുറ്റിയെടുക്കണം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളതിൽ മുഴുവനായും ചുറ്റിയെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ചെറിയ റൗണ്ട് പീസാണ് എടുത്തിട്ടുള്ളത്. വീണ്ടും നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് നിവർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു സൂചിയിൽ നൂലൊക്കെ കോർത്തെടുത്തു. ഇനി നമ്മൾ ഈ റൗണ്ട് പീസ് ഇതിന് നടുക്കായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സൂചിയും നൂലും വെച്ച് നമുക്കിവിടെ നല്ലതുപോലെ ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പം നമ്മളത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുകയാണ്. നമ്മളത് വിടർത്തി കൊടുക്കുമ്പോൾ ഒരു ഫ്ലവർ ആയി കിട്ടും. ഇനി നമുക്കിത് ഇതിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയുള്ള ചെറിയൊരു പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളത് ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇവിടെ ഒട്ടിച്ചെടുക്കാനുള്ള പൂക്കൾ ചെയ്തെടുക്കണം. അതും നമ്മൾ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെയാണ് ഓരോ ഫ്ലവറും ചെയ്തെടുക്കേണ്ടത്. ഇവിടെ നമുക്ക് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ്. ഈ ഒരു ഭാഗവും കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഇനി നമുക്കതൊന്ന് വിടർത്തി കൊടുക്കാം. ഇതുപോലെയുള്ള 3 ഫ്ലവറാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി 2 ഫ്ലവറും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചാനലിൽ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. 3 പൂക്കളും നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിത് ഇതുപോലെ കുറച്ച് ചെരിച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്കിത് ഇലകൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് ഓരോന്നും കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെ കുറേ എണ്ണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ അതിലൊരെണ്ണം എടുത്ത് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട്. വീണ്ടും അത് ഇതുപോലെ ഒന്ന് ചുരുക്കിയെടുക്കണം. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ എല്ലാ ഇലകളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ പൂക്കൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. ഇനി നമുക്കതിൽ ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ചാനലിൽ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. പൂക്കളെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾ ഒട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഇവിടെയാണ് 3 ഇലകൾ ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ താഴത്തെ റൗണ്ട് പീസിൽ 3 ഇലകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ഇലകൾ ഇതിലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് ബാക്കിയുള്ള ഇലകൾ ഒട്ടിച്ചെടുക്കേണ്ടത്. അതും നമുക്ക് ഓരോന്നായി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ പൂക്കളും ഇലകളും എല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുത്തു. പിന്നീട് നമ്മളിവിടെ തെർമോക്കോൾ ബാൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയും നമ്മൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വേസ്റ്റ് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു വാൾ ഡെക്കർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന തെർമോക്കോൾ ബാൾസ് എല്ലാം ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ബാക്കിലായിട്ട് ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കണം. അതും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തു. ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വേസ്റ്റ് കവറുകളെല്ലാം വെച്ച് നമ്മൾ ഇതുപോലെ ഒരു വാൾ ഡെക്കർ ചെയ്തെടുത്തു. എങ്ങനെയുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള വാൾ ഡെക്കർ കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.